തെറി കേൾക്കുവാൻ സ്വന്തം പോക്കറ്റിലെ പണം മുടക്കിയ ആൾക്കാരുടെ കഥ കേൾക്കണോ? ഇതാ കേട്ടോളൂ. ഇത്ര ചാണത്തെണ്ടി വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട്. കാരണം 1 മണിക്കൂർ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തു കേട്ടോ. ഇതിവിടെ പറഞ്ഞിട്ട് തീർന്നു. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും. അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും. മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ. ഇന്നിപ്പോ ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നത് ഇരിക്കട്ടെ, ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞ പൈസയ്ക്ക് ഉച്ചയ്ക്ക് ഞാൻ വെച്ച ജാട വല്ലതും കാണിക്കാൻ പറ്റുമോ? എന്താ ഉച്ചയ്ക്ക് ഞാൻ ജാട കാണിച്ച് ഓൾറെഡി കിട്ടാനുള്ള എന്റെ വെട്ടി വീണു. ഇനി ഞാൻ പറയുന്നതാ ടേംസ് ആൻഡ് കണ്ടീഷൻ. ഞാൻ പറയുന്നേ നടക്കൂ. എന്താ എല്ലാവരോടും ഓടി അങ്ങോട്ട് വന്നേ? കാശ് കൊടുത്തു പോയി. ഇതിനുള്ള സ്കില്ലില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമർ പറയുന്നത്. തെണ്ടുന്ന നാണമില്ലയോടെ നിനക്കൊക്കെ. 4 ലക്ഷം രൂപ മുടക്കി തെറി കേട്ടു. തെറി കേട്ടതിൽ സഹിക്കാൻ പറ്റാത്ത കോഴിക്കോടുകാര് പ്രതികരിച്ചു. അവർക്കൊരു അഭിനന്ദനം. കാലിക്കറ്റുകാരോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്തിന് ഇവന്മാരെ പോലുള്ള ഈ കോട്ടിട്ട ഇന്നലത്തെ മഴയിൽ മുളച്ച ഇവന്മാരെയൊക്കെ എന്തിന് പൈസ കൊടുത്ത് നിങ്ങളൊരു പ്രോഗ്രാം നടത്തണം? ഇത്രയും കഷ്ടപ്പെട്ട് ബിസിനസ് ചെയ്യുന്ന നിങ്ങൾക്ക് അറിയില്ലേ മുന്നോട്ട് എങ്ങനെ പോകണമെന്നറിയാൻ? യഥാർത്ഥത്തിൽ മോട്ടിവേഷൻ വേണ്ടത് മിസ്റ്റർ അനിൽ ബാലചന്ദ്രനാണ് ഭായി. എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പൊതുവേദിയിൽ സംസാരിക്കണമെന്ന് അനിൽ ശരിക്കും ഒന്ന് പഠിക്കണം. സ്വയമേ പഠിച്ചതിന് ശേഷം മാത്രം മതി മറ്റുള്ളവരെ ഉപദേശിക്കാൻ. ഇത്രയും മോശപ്പെട്ട വാക്കുകൾ കേട്ടിട്ട് എങ്ങനെ സഹിച്ചിരുന്നു ഇത്രയും നാളെ ആൾക്കാർ? ഇന്ന് പ്രതികരിച്ചു തുടങ്ങി. ഇനി സംഘാടകർ പറയുന്നതും കൂടെ നമുക്ക് കേൾക്കാം. എന്തുകൊണ്ടാണ് അനിൽ ബാലചന്ദ്രൻ ഇത്രയും ദേഷ്യത്തിലായെന്നുള്ളത് കേൾക്കാം. ഇതിനിടെ ഒരു വിചിത്രമായ സംഭവം വഴി നടന്നിരുന്നു. പുള്ളിക്ക് ഫുൾ എമൗണ്ട് വേണമെന്ന് പറഞ്ഞു. ആ ഫോർമാറ്റ് എമൗണ്ട് ഞങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്തു. പക്ഷെ ഇതിന് പുറമെ പുള്ളിയുടെ ഒരു പാർട്ണറിന്റെ ബുക്ക് അവിടെ പബ്ലിഷ് ചെയ്യുന്നു. ഞങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എമൗണ്ട് കിട്ടിയാലേ ചെയ്യുള്ളൂ, അതേപോലെ തന്നെ ഞങ്ങൾക്ക് എമൗണ്ട് കിട്ടിയാലേ ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ കലിപ്പോണ്ട് ആവുമെന്ന് അറിയില്ല. അതൊക്കെ പുള്ളി പറയുന്നുണ്ട്. എനിക്ക് കലിപ്പ് തീരുന്ന വരെ ഞാൻ അവര് വെള്ളം കുടിപ്പിച്ചു. സത്യമാണ്, പുള്ളി വെള്ളം കുടിപ്പിക്കുകയാണ് ചെയ്തത്. കാരണം ഇത്രയും പബ്ലിക്കിനെ വിളിച്ചു വരുത്തി ഞങ്ങൾക്ക് മറുപടി പറയുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ട്രൈബലിൽ പോയി റിക്വസ്റ്റ് ചെയ്യാൻ പോയി. പക്ഷെ അപ്പോഴേക്കും പുള്ളി പല ആൾക്കാരുടെ വാക്കുകൾ കേട്ടിട്ടാവാം പല സ്ഥലത്തും ഞങ്ങൾ വിളിപ്പിച്ചിരുന്നു. അതുകൊണ്ടാവാം പുള്ളി വന്നത് 2:45 അനിലിനെ പ്രകോപിതനാക്കിയതിന്റെ പിന്നിലുള്ള മെയിൻ ആയിട്ടുള്ളൊരു കാരണമുണ്ട്. അനിലിന്റെ ഏതോ ഒരു സുഹൃത്തിന്റെ ഒരു ബുക്ക് ആ വേദിയിൽ പ്രകാശനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് അനില് 1 മണിക്കൂർ വൈകി വേദിയിലെത്തിയത്. അപ്പൊ അവിടെ നമ്മൾ അനില് പറഞ്ഞത് ഒന്നുകൂടെ വ്യക്തമായിട്ടൊന്ന് കേട്ടാൽ മനസ്സിലാകും. ഇത്രയധികം ജാടത്തെണ്ടി എന്ന് ഉദ്ദേശിച്ചത് അനിലിനെ തന്നെയാണ്. അതായത് 1 മണിക്കൂർ 1.25 മണിക്കൂറോളം ഇവരെ വെയിറ്റ് ചെയ്യിപ്പിച്ച അനിൽ എന്ന് പറയുന്ന വ്യക്തി ഇത്രയ്ക്കും ജാടത്തെണ്ടി ആണോ എന്ന് അനിലിനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. പിന്നീട് ബിസിനസ്സുകാരിലേക്ക് അത് വേറെ രീതിയിലേക്ക് അനിൽ കൊണ്ടുപോയി. അവരെ കൊള്ളുന്ന രീതിയിലേക്ക്. അനിലിന്റെ വാക്ചാതുര്യം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോ അത് വേറൊരു തരത്തിലേക്ക് ബിസിനസ്സുകാരിലേക്ക് എത്തിച്ചു. അത് എത്തിച്ച വഴി എങ്ങനെയാണെന്ന് നമ്മൾ കേട്ടതാണ്. അത് കേൾക്കുന്നവർക്ക് തെണ്ടി പട്ടി പോടാ എന്നൊക്കെയാണ് തോന്നുന്നതെങ്കിലും അവരുദ്ദേശിച്ചത്, എന്തിനാണ് നിങ്ങൾ പണം കൊടുത്തിട്ട് എന്റെ പുറകെ വരുന്നത്? അത്രയ്ക്കും നിങ്ങൾ ബലഹീനരാണോ, അത്രയ്ക്കും നിങ്ങൾ ഗതികെട്ടവരാണോ എന്നാണ് അനിൽ അവരെ മുഖത്ത് നോക്കി പറയാതെ, അവരെ നേരിട്ട് വിളിക്കാതെ വളഞ്ഞു മൂക്കിയെ പിടിക്കുന്നത്. പക്ഷെ അത് കോഴിക്കോടുകാർക്ക് പെട്ടെന്ന് അത് മനസ്സിലായി. അധികം അവന്റെ പ്രഭാഷണം നീട്ടിയില്ല. പക്ഷെ അതില് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കി പറയാം. അനിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്, നിങ്ങളുടെ മുഖത്ത് നോക്കി ഞാൻ എൻ്റെ കലിപ്പ് തീർക്കും, അത് നിങ്ങൾ മുഴുവൻ കേട്ടിരുന്നോണം. അല്ലെങ്കിൽ നിങ്ങളെ ഒക്കെ ചേർത്തുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യും. ഒരു ഭീഷണിയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്. അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ആ സ്റ്റേജിലുള്ള കലിപ്പ് മുഴുവൻ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷത്തെ വാക്ക് കേൾക്കാം. ഇതിനുള്ള സ്കില്ലില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമർ പറയുന്നത്. തെണ്ടുന്ന നാണമില്ലയോടെ നിനക്കൊക്കെ. ഇപ്പോ കുറച്ചും കൂടെ വ്യക്തമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. കസ്റ്റമർക്ക് കൊടുക്കേണ്ട യഥാർത്ഥത്തിലുള്ള സർവീസ് കൊടുത്തതിന് ശേഷവും പിന്നെയും കസ്റ്റമറുടെ പുറകിൽ കിടന്ന് തെണ്ടുന്ന നിങ്ങൾക്കൊക്കെ നാണമില്ലേ എന്നാണ് ഇദ്ദേഹം ചോദിച്ചത്. അതിനിടയ്ക്കുള്ള ഭാഗം ഇവർ കുറച്ച് കട്ട് ചെയ്തിട്ടാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നത്. എങ്കിലും ഇദ്ദേഹത്തിന് 2 ഉദ്ദേശമാണ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. ഒന്ന്,
ഇവരോടുള്ള കലിപ്പ് നേരിട്ട് തീർക്കുക. 2, ആ കലിപ്പിലൂടെ തന്നെ വേറൊരു മോട്ടിവേഷൻ ക്ലാസ് ബിസിനസ്സുകാർക്ക് അവിടെ ഇരിക്കുന്നവർക്ക് കൊടുക്കുക. അവര് വേറൊരു തരത്തിലേക്ക് മോട്ടിവേറ്റ് ചെയ്യിക്കുക. അപ്പോ അതിനാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ കയ്യിൽ ബിസിനസ്സുകാരുടെ പണമുണ്ട്, അല്ലെങ്കിൽ ഉൽപ്പന്നമുണ്ട്, ഗുണനിലവാരമുള്ള ഉൽപ്പന്നമുണ്ട്, എന്നിട്ടും നിങ്ങൾ കസ്റ്റമറുടെ പുറകെ തെണ്ടി നടക്കുകയാണ്. ഇതാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് പറഞ്ഞു വന്നപ്പോ അവിടെ കേട്ടിരുന്നവർക്കും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പഴയ ക്ലാസ്സുകളൊക്കെ കണ്ടിരുന്നവർക്കൊക്കെ അറിയാം ഇദ്ദേഹം വളരെ മോശം വാക്കുകളാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായ സ്ഥിതിക്ക് അവിടെ ഇരിക്കുന്ന ആൾക്കാർ പ്രതികരിച്ചു. അത് പ്രതികരിക്കേണ്ട തന്നെയായിരുന്നു. അദ്ദേഹം ഇത്രയും വളഞ്ഞ് ആക്രമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. അദ്ദേഹത്തിന് നല്ല അടിയുടെ കുറവ് തന്നെയുണ്ട്. അത് കോഴിക്കോടുകാര് അവിടെ തുടക്കമിട്ടതിൽ അംഗീകരിക്കുന്നു. ഇനി ഇന്നലത്തെ മഴയിൽ മുളച്ചു വന്ന ചില മോട്ടിവേറ്റർ ക്ലാസ്സുകാരെ കുറിച്ചൊന്ന് എനിക്ക് സംസാരിക്കണം. 10 വാക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാമെങ്കിൽ എവിടെയായാലും അവർക്ക് ലക്ഷങ്ങൾ വരാൻ കഴിയും. ഏത് മേഖലയിലായാലും. അതിന് പ്രത്യേകിച്ച് വിദ്യാഭ്യാസം ഒന്നും വേണമെന്നില്ല. 10 വാക്ക് സംസാരിക്കാൻ അറിയാമെങ്കിൽ ഒരു കോട്ട് വിട്ടുകൊണ്ട് സ്വന്തമായിട്ട് കുറച്ച് കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്ത് അവിടെ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിബുദ്ധിമാന്മാരും അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉള്ളവരും ഇല്ലാത്തവരുമായ മലയാളികളൊക്കെ ഇവന്റെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കും. ഇവരെ പോലുള്ളവരുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കും. പക്ഷേ നമ്മൾ മലയാളികൾ ഇനി എന്നാണ് പഠിക്കുക? എന്നാണ് ഇവരെ തിരിച്ചറിഞ്ഞ് ലക്ഷങ്ങൾ കൊയ്തു വർഷങ്ങൾ കൊണ്ട് ഓരോ തരത്തിൽ ലക്ഷങ്ങൾ കൊയ്തിട്ടും പിന്നെയും ഇവരുടെ കാല് നക്കി നടക്കുകയാണ്. പണം കൊടുത്ത് തെറി കേൾക്കേണ്ട ഗതികേട് നമ്മുടെ മലയാളികൾക്ക് ഇനിയെങ്കിലും മാറ്റേണ്ടതായിട്ടുണ്ട്. മലയാളികളുടെ ഒരു ദുരവസ്ഥ തന്നെയാണ്. എല്ലാ കാലവും എല്ലാരെയും പറ്റിക്കാൻ സാധിക്കില്ല എന്ന് ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കി. ഇനി അനിൽ ബാലേന്ദ്രൻ സോഷ്യൽ മീഡിയയിൽ കുറച്ചും കൂടെ വൈറൽ ആകുകയാണ് ചെയ്യുന്നത്. കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു നെഗറ്റീവ് പബ്ലിസിറ്റി കുറച്ച് കൂടുതൽ കിട്ടി അദ്ദേഹത്തിന്. അതെന്തായാലും അദ്ദേഹം ഒരു മാസം കഴിയുമ്പോൾ ഇത് മാറിക്കഴിഞ്ഞാൽ അടുത്ത വിവാദം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ വരും. അപ്പോ അനിൽ ബാലേന്ദ്രന്റെ ഈ വിവാദം മാറിക്കഴിയുമ്പോൾ അദ്ദേഹം വീണ്ടും പ്രശസ്തനാവും. എന്നാലും ഈ തെറി കേൾക്കാൻ വീണ്ടും മലയാളികൾ വിധിക്കപ്പെട്ടിരിക്കുകയാണ്.